മൈഫിൻ എർത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ബിസിനസ് തലസ്ഥാനമായ കൊച്ചിയിൽ പ്രധാന ബസ് ടെർമിനലിലും 2 മെട്രോ സ്റ്റേഷനുകൾക്കും വാട്ടർ മെട്രോ സ്റ്റേഷനും ഏകദേശം നടുവിലായി വൈറ്റില നഗരത്തിൽ മനോഹരമായ ഒരു ഫ്ലാറ്റ് സമുച്ചയം. നഗരത്തിലെ എല്ലായിടത്തേക്കും ഒരുപോലെ ആക്സസബിൾ ആണെങ്കിലും നഗരത്തിൻ്റെതായ യാതൊരുവിധ ബഹളങ്ങളോ തിരക്കുകളോ ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ പണികഴിപ്പിക്കുന്ന ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ് ഇന്നത്തെ മൈഫിൻ എർത്തിന്റെ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം വൈറ്റിലയിലുള്ള സിൽവർ സാൻഡ് ഐലൻഡിലാണ്. ഇവിടെയാണ് വേൾഡിലെ തന്നെ ലീഡിംഗ് മൾട്ടിനാഷണൽ ബിൽഡേഴ്സ് ആയ ശോഭ ലിമിറ്റഡ് 4.69 ഏക്കറിൽ 75% ഓപ്പൺ സ്പേസിൽ മനോഹരമായ ശോഭ അറ്റ്ലാന്റിസ് എന്ന ഫ്ലാറ്റ് സമുച്ചയം പണി കഴിപ്പിക്കുന്നത്. ശോഭ അറ്റ്ലാന്റിസിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ പ്രൊജക്ടിന്റെ സെയിൽസ് ഹെഡ് രതിൻ കൃഷ്ണ സാർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം സർ. സർ, എന്താണ് ശോഭ അറ്റ്ലാന്റിസ് പ്രൊജക്ട്? നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ള ലക്ഷറി പ്രൊജക്ട്സിൽ ഒരു ലക്ഷറി പ്രൊജക്ട് ആണ് ശോഭ അറ്റ്ലാന്റിസ് പറയുന്ന പ്രൊജക്ട്. ആക്ച്വലി അറ്റ്ലാന്റിസ് എന്നുള്ള പേര് പോലെ തന്നെ ദുബായ് അറ്റ്ലാന്റിസ് ഹോട്ടൽസിന്റെ ഒരു തീം ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ശോഭ അറ്റ്ലാന്റിസ്. കാരണം നമ്മൾ ആ ഒരു എക്സ്റ്റേണൽ എലിവേഷൻ ആണെങ്കിലും അതിലെ അമ്യൂണിറ്റീസ് ആണെങ്കിലും എല്ലാം നമ്മൾ ആ ഒരു ദുബായ് ശോഭ അറ്റ്ലാന്റിസിനുമായിട്ട് സാമ്യം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു 3 and 4 BHK എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ആണ്. നമുക്ക് ഇതിൽ മൊത്തം 384 അപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. മൊത്തം 4.69 ഏക്കേഴ്സിലാണ് ലാൻഡ് എക്സ്റ്റെൻഡ് വരുന്നത്. അതിൽ 384 അപ്പാർട്ട്മെന്റ്, മൊത്തം 27 ഫ്ലോർസ് ആണ് വരുന്നത്. ദോ ഇറ്റ് മേ ലുക്ക് ലൈക്ക് ഒരു 1 സിംഗിൾ ടവർ, ഇത് ആക്ച്വലി 4 ടവർ ആയിട്ടാണ്. ആൻഡ് വി നെയിംഡ് ഇറ്റ് ആസ് ലൈക്ക് ABCD. ഇതിൽ നമ്മൾ ആക്ച്വലി phase 1 phase 2 എന്നുള്ള രീതിയിലായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. phase 1 ഓൾമോസ്റ്റ് നമ്മളുടെ ഇപ്പം സോൾഡ് ഔട്ട് ആയി. phase 2 ഇപ്പം നമ്മൾ റീസെന്റ് ലോഞ്ച് ചെയ്തു. അതിന്റെ സെയിലാണ് നടക്കുന്നത്. നമുക്കൊരു 1850 സ്ക്വയർ ഫീറ്റ് 3 BHK മുതൽ ഒരു 3100 സ്ക്വയർ ഫീറ്റ് 4 BHK വരെയാണ് അപ്പാർട്ട്മെന്റ് സൈസ് വരുന്നത്. സർ, ഈ ഒരു പ്രൊജക്ടിന്റെ ലൊക്കേഷൻ വരുന്നത് വൈറ്റില പോലെ നഗരത്തിന്റെ ഒരു ഹൃദയഭാഗത്താണ്. അപ്പൊ എത്രത്തോളം ഗുണകരമാകും ഈ ഒരു പ്രൊജക്ടിനത്? ഇതിന്റെ ആക്സസിബിലിറ്റി തന്നെയാണ് ഇതിന്റെ ഒരു കീ ഫീച്ചർ. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം വൈറ്റിലയിൽ നമുക്ക് ഒരു 2 to 3 കിലോമീറ്റർ വിസിനിറ്റിയിൽ തന്നെ നമുക്കിപ്പോൾ നോക്കി കഴിഞ്ഞാൽ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഷോപ്പിംഗ് കോംപ്ലക്സസ് എല്ലാം ഒരു 2 to 3 കിലോമീറ്റർ വിസിനിറ്റിയിൽ ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കിപ്പം എങ്ങോട്ടേക്ക് പോകാനാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ പോകാനാണെങ്കിൽ തന്നെ എന്താ വാക്കബിൾ 200-300 മീറ്റേഴ്സിൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്, വാട്ടർ മെട്രോ ഉണ്ട്. എല്ലാം ഒരു 300 to 500 മീറ്റേഴ്സിലെല്ലാം റേഡിയസിൽ നമുക്ക് ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം തന്നെ ചുറ്റുമുണ്ട്. വളരെ സെറൈനായിട്ടൊരു ലൊക്കേഷനാണ്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നോയ്സോ കാര്യങ്ങളോ ഹോങ്കിങ്ങോ ഒന്നും തന്നെ കേൾക്കത്തുമില്ല. അതാണ് ഈ പ്രൊജക്ടിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്രൊജക്റ്റിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകത. മറ്റ് അപ്പാർട്ട്മെന്റ് പ്രൊജക്ടുകളിൽ നിന്നും ശോഭ അറ്റ്ലാന്റിസിനെ വേറിട്ട് നിർത്തുന്നത് എന്തൊക്കെയാണ്? ഇതിൽ ആക്ച്വലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പൺ ഏരിയ പെർസെൻറ്റേജ് ആണ്. അതായത് നമുക്ക് മൊത്തം ലാൻഡ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് 4.69 ഏക്കേഴ്സ് ആണ് വരുന്നത്. അതിൽ ഏകദേശം 1.2 ഏക്കറിൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ വരുന്നുള്ളൂ, ടവർ അതിലേ വരുന്നുള്ളൂ. ബാക്കി മുഴുവൻ more than 3 ഏക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ഏരിയ ആണ്. അതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 18,000 സ്ക്വയർ ഫീറ്റ് ക്ലബ് ഹൗസ് ഉണ്ട്, 4 നിലയിലായിട്ട്. അതൊരു സ്റ്റാൻഡ് അലോൺ ടവറാണ്. അതിൽ നമുക്കൊരു ഇൻഫിനിറ്റി പൂള് വരുന്നുണ്ട്. ഈ ഇൻഫിനിറ്റി പൂള് കൂടാതെ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ ഒരു ബീച്ച് പൂൾ, ഒരു ദുബായ് ഫീലർ കിട്ടാൻ വേണ്ടിയിട്ട് ബീച്ച് പൂളുണ്ട്. അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ബീച്ച് വോളിബോൾ കോർട്ട് ഉണ്ട്, ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്. ഇറ്റ്സ് എ മൾട്ടിപർപ്പസ് കോർട്ട് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ് ആസ് ടെന്നീസ് കോർട്ട് ഓൾസോ. അതിനോട് ചേർന്ന് നമുക്കൊരു പാം ഗ്രോവ് ഏരിയ ഉണ്ട്, വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളുമായിട്ട് പുറത്തിറങ്ങിയിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് കാർ പാർക്കിംഗ്, നമുക്ക് more than 60-65 ഗസ്റ്റ് കാർ പാർക്കിംഗ് വരുന്നുണ്ട്. കീപ്പിംഗ് ഇൻ മൈൻഡ് ഓൾ ദോസ് എലമെന്റ്സ് നമ്മൾ ഇതിലെല്ലാം അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സർ, 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ശോഭയുടെ കൺസ്ട്രക്ഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഷിയർ വാൾ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഹൈ റൈസ് പണിയുന്ന സമയങ്ങളിൽ നമുക്ക് കോളംസും ബ്ലോക്ക് വർക്കും വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലോഡിങ് ഈ പറയുന്ന കോളംസിലും ബീമിലുമായിട്ടായിരിക്കും സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഷിയർ വാൾ കൺസ്ട്രക്ഷനിൽ വരുമ്പോൾ വെയിറ്റ് വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ വാൾസ്. ഇത് ആക്ച്വലി ഒരു എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് പ്ലാൻ ആണ്. ഈ ഒരു കൺസ്ട്രക്ഷൻ ശരിക്കും പറഞ്ഞാൽ ശോഭയുടെ തന്നെ ഒരു യുണീക്ക് ഫീച്ചർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മറ്റ് ബിൽഡേഴ്സ് നമ്മുടെ കേരളത്തിൽ എന്തായാലും ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ആരും തന്നെ ഫോളോ ചെയ്യുന്നില്ല. ഒരു ആഡംബര ഫ്ലാറ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരുടെ എക്സ്പെക്ടേഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും ശോഭ മീറ്റ് ചെയ്യുക? നമ്മൾ ലക്ഷറി എന്ന് പറയുമ്പോൾ certain elements, അമ്യൂണിറ്റീസ് എല്ലാം തന്നെ നമുക്ക് വേൾഡ് ക്ലാസ് അമ്യൂണിറ്റീസ് ആണ്. വിത്ത് ഒരു 5 സ്റ്റാർ അക്രഡീഷൻ വരുന്ന രീതിയിലുള്ള അമ്യൂണിറ്റീസ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ
പ്രൈവസി ഇൻ ദ സെൻസ് ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ വാൾ ഷെയറിംഗ് ബിറ്റ്വീൻ ദ അപ്പാർട്ട്മെന്റ്സ്. ഒരു ഫ്ലോറിൽ 4 അപ്പാർട്ട്മെന്റ്സ് വീതമാണ് വരുന്നത്. എന്നിരുന്നാൽ കൂടി തന്നെ ദർ ആർ അബ്സല്യൂട്ട്ലി നോ വാൾ ഷെയറിംഗ് ബിറ്റ്വീൻ ദ അപ്പാർട്ട്മെന്റ്സ്. സാധാരണ അപ്പാർട്ട്മെന്റിൽ താമസിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ബാൽക്കണിയിലേക്ക് കാണുമെന്നുള്ളതാണ്. ദർ ഇസ് അബ്സല്യൂട്ട്ലി സീറോ വ്യൂ ബിറ്റ്വീൻ ദ ബാൽക്കണീസ്. അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെയില്ല. വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ 3 and 4 BHK എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്. നമുക്കിതിൽ 1 bedroom 2 bedroom ഒന്നും തന്നെയില്ല. അങ്ങനെ എല്ലാം എലമെന്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാം ഈ ഒരു പ്രോജക്റ്റിലുണ്ട്. നിലവിൽ ഇത്രയും കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ശോഭ തിരഞ്ഞെടുക്കണം എന്ന് ഒരു കസ്റ്റമർ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ക്വാളിറ്റി. എൻ്റെ അകത്ത് വേറെ ഒന്നും തന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. ക്വാളിറ്റിയുടെ സിനോണിം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ക്വാളിറ്റിയുടെ സിനോണിം എന്ന് തന്നെ പറയാം ശോഭ. കാരണം ക്വാളിറ്റിക്കാണ് നമ്മളിവിടെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ. എനിക്കൊന്ന് ഇന്ത്യയിൽ ഒരേ ഒരു ബിൽഡർ, ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ഉള്ള ഒരേ ഒരു ബിൽഡർ എന്ന് പറയുന്ന ശോഭയാണ്. അതായത് എവറിത്തിങ് കംസ് ഫ്രം ശോഭ. ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ മെറ്റൽ ആൻഡ് ഗ്ലേസിംഗ് ഡിവിഷൻ ഉണ്ട്, കോൺക്രീറ്റ് പ്രൊഡക്റ്റ് ഡിവിഷൻ ഉണ്ട്, ഇന്റീരിയർ ഡിവിഷൻ ഉണ്ട്, ഡോർസ് ആൻഡ് ഫിറ്റിംഗ്സ് ഉണ്ട്, CP സാനിറ്ററി ഫിറ്റിംഗ്സിന്റെ കേസ് വരുന്നുണ്ട്. വി ഹാവ് എ ഡെഡിക്കേറ്റഡ് again furniture divisions ഉണ്ട്. In fact we have a mattress division also. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 to 15 സബ്സിഡിയറി കമ്പനീസ് തന്നെ നമുക്ക് വരുന്നുണ്ട്. ശോഭ അക്കാഡമി എന്ന് പറയുന്ന ഒരു കാര്യം ഇതുണ്ട്. വേറെ നമുക്ക് അവിടെ നിന്ന് ട്രെയിൻഡ് ലേബേഴ്സ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് 27 സിറ്റീസിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. സാധാരണ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സിവിൽ കൺസ്ട്രക്ഷൻ മാത്രം ബിൽഡർ ചെയ്യും, ബാക്കിയുള്ള എല്ലാ ഔട്ട്സോഴ്സിംഗ് ആയിരിക്കും. തേർഡ് പാർട്ടി ഏജൻസി അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ നിന്നായിരിക്കും മേടിക്കും. പക്ഷേ ഹിയർ എവറിത്തിങ് കംസ് ഫ്രം ശോഭ. വളരെ മൈനറായിട്ടുള്ള എലമെൻസിൽ പോലും ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ഏതൊരു കസ്റ്റമറിനും ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ്. ദാറ്റ് കണ്ണുമടച്ചെടുക്കാം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സർ, ഈ ഒരു പ്രൊജക്ടിന്റെ ഇപ്പോൾ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഇത് phase 1 phase 2 എന്നുള്ള 2 ഘട്ടങ്ങളായിട്ടായിരുന്നു. phase 1 നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80-85% സോൾഡ് ഔട്ടായി. ലിമിറ്റഡ് യൂണിറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെന്റ് ലോഞ്ച് എന്ന് പറയുന്നത് phase 2 ആണ്. അതാണ് ഇപ്പോൾ സെയിൽ നടക്കുന്നത്. നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ഓഫീസിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മോക്ക് അപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. വരുന്നവർക്കിപ്പം നമുക്ക് മിനിയേച്ചറും അതോടൊപ്പം മോക്ക് അപ്പാർട്ട്മെന്റും കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച് സർ. അപ്പൊ നമുക്ക് ആ സാമ്പിൾ അപ്പാർട്ട്മെന്റ് ഒന്ന് വിശദമായിട്ട് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശോഭ അറ്റ്ലാന്റിസ് പ്രൊജക്ടിന്റെ സാമ്പിൾ അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ നമുക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ലക്ഷറി വൈബാണ് ഇവിടെ ഫീൽ ആവുന്നത്. 3 BHK റൂം വിത്ത് സ്റ്റഡി ആൻഡ് മെയ്ഡ്സ് റൂം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമ്പിൾ അപ്പാർട്ട്മെന്റ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് L ഷേപ്പോട് കൂടിയിട്ടുള്ള ഒരു ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയയിലാണ്. ഇതിനോട് ചേർന്ന് തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയും ഉണ്ട്. ഇവിടുത്തെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് TV ഒക്കെ കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചണും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് കിച്ചൺ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഏരിയയുണ്ട്. അതിനോട് ചേർന്ന് തന്നെ മെയ്ഡ് റൂം ഉണ്ട് വിത്ത് ടോയ്ലറ്റ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 3 ബെഡ്റൂം ആണ് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു സൈഡിലായിട്ട് ഫുൾ വാൾ സൈസ് വിൻഡോ കൂടിയുണ്ട്. ഇതാണ് സ്റ്റഡി റൂം. കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ പുസ്തകങ്ങൾ വായിക്കാനും പറ്റിയ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിനോട് ചേർന്ന് ഒരു വിൻഡോയും കൂടി ഇവിടെയുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നും ഒരു ഫുൾ സൈസ് വാൾ വിൻഡോ ഒരുക്കിയിട്ടുണ്ട്.
മാസ്റ്റർ ബെഡ്റൂം. നമ്മൾ കണ്ട 2 ബെഡ്റൂമിനേക്കാളും വിശാലമാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം. ഇതിനോട് ചേർന്ന് ഒരു ബാൽക്കണിയും ഉണ്ട്, കൂടാതെ ഒരു സെപ്പറേറ്റ് വിൻഡോയും കൂടിയുണ്ട്. ശോഭ അറ്റ്ലാന്റിസിന്റെ 3 BHK അപ്പാർട്ട്മെന്റ് ഇത്രയധികം വിശാലമാണെങ്കിൽ ഇവരുടെ തന്നെ 4 BHK അപ്പാർട്ട്മെന്റ് എത്രയധികം സൗകര്യമുള്ളതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശോഭ അറ്റ്ലാന്റിസ് എന്ന പ്രൊജക്ടിലെ മനോഹരവും ലക്ഷ്യൂറിയസുമായ ഒരു 3 BHK അപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഈ പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ എൻക്വയറീസിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മൈഫിൻ എർത്തിൽ മറ്റൊരു പാർപ്പിടത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.